വിരമിച്ച ഒരു ദേവസ്വം കമ്മീഷണറെ പിടിച്ച് ദേവസ്വം പ്രസിഡന്റാക്കിയതിന് പിന്നിൽ വലിയ തട്ടിപ്പാണെന്ന് അന്ന് പലർക്കും അറിയില്ലായിരുന്നു. എങ്കിൽ ചിലർ അതറിയുന്നവർ ഉണ്ടായിരുന്നു. ശബരിമലയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളെ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അധ്യക്ഷനാക്കിയപ്പോഴാണ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വേഗത കൂടിയത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ വിവരങ്ങളും തത്ത പറയുന്നത് പോലെ അന്വേഷണ സംഘത്തെ അറിയിച്ചു കഴിഞ്ഞു. അതിനുശേഷം പത്മകുമാറിന് ശേഷവും പ്രസിഡന്റായി വന്ന വാസുവാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന കണ്ണി എന്ന് തെളിഞ്ഞു വരികയാണ്. 2019 ശബരിമല ശ്രീകോവിൽ കട്ടിളപ്പടിയിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ ദേവസ്വം മുൻ കമ്മീഷണറും അതുപോലെ മുൻ പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിൻ്റെ പങ്ക് വളരെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്താണ് കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചതെന്നും ഇക്കാര്യത്തിൽ വാസുവിൻ്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അതൊരു വെറും വീഴ്ചയല്ല, കരുതിക്കൂട്ടിയുള്ള കൊള്ളയാണ് എന്നുള്ളതാണ് വ്യക്തമാകാൻ പോകുന്നത്. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ ദേവസ്വം ബോർഡിൻ്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു നടത്തിയ അതേ ക്രിമിനൽ കുറ്റമാണ് കട്ടിളയിലെ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റായ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് ദേവസ്വം കമ്മീഷണറായിരിക്കുക, ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരുന്ന ഒരാൾ വിരമിക്കുന്നതോടെ അവിടെ തന്നെ പ്രസിഡന്റാക്കുക, ദേവസ്വം കമ്മീഷണറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഉദ്യോഗത്തിൻ്റെ ഭാഗമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ജോലിയിലെ കഴിവൊക്കെ ആയിരിക്കാം. പക്ഷേ ദേവസ്വം പ്രസിഡന്റാക്കുന്നത് അത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള ഉത്തരവാദിത്തത്തിൽ സർക്കാർ ഒരു പണി ഏൽപ്പിച്ച വാസു ചെയ്തത് മുഴുവൻ കള്ളത്തരമാണെങ്കിൽ അതാർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. സ്വർണ്ണത്തട്ടിപ്പിൽ വാസുവിൻ്റെ സഹായം സംബന്ധിച്ച് ഇടനിലക്കാരനായ പോറ്റിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ആദ്യ ദിവസം 1-2 ദിവസം ചോദ്യം ചെയ്തതിൽ തന്നെ വാസുവിൻ്റെ പങ്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു. വാസു തൊട്ട് മുകളിലോട്ടുള്ളവർ എല്ലാവരും ഇതിൽ കുടുങ്ങുമെന്ന് ഉറപ്പായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് കേസിൽ പ്രതിയായ വാസുവിൻ്റെ അറസ്റ്റ് ഏതു സമയത്തും രേഖപ്പെടുത്തുമെന്നാണ് വിവരം ലഭിക്കുന്നത്. കട്ടിള ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് താൻ കമ്മീഷണർ ആയിരുന്നില്ല എന്നും ദേവസ്വം കമ്മീഷണർക്ക് തിരുവാഭരണവുമായി യാതൊരു ബന്ധവുമില്ല എന്നു പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിലും പിടികൂടാൻ സാധ്യതയേറിയിരിക്കുകയാണ് വാസുവിനെ. സാധനങ്ങൾ കൊടുത്തുവിടുന്നതിൽ ദേവസ്വം കമ്മീഷണർക്ക് റോളില്ല എന്ന് പറയുന്ന വാസു നിയമം പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഉടനെ മനസ്സിലായിക്കൊള്ളും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിവരമെല്ലാം അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇനി വാസു അതിൽ പ്രധാനിയായി മാറിയിരിക്കുന്നു. ഇനി അറസ്റ്റ് ചെയ്ത് വാസുവിന് കിട്ടേണ്ടത് കിട്ടുമ്പോൾ അങ്ങ് മുഖ്യന്മാരുടെ പേര് വരെ ഇതിൽ വരും എന്നുള്ളതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട സൂചന. ഏതായാലും പ്രമുഖർ തന്നെയാണ് ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം എടുത്തുകൊണ്ടുപോയവരിൽ ഉള്ളത്. അത് വാസുവും പത്മകുമാറും അടക്കമുള്ളവരുടെ പേരുകൾ വന്നു കഴിഞ്ഞു. ഇനി മുകളിലോട്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടേതടക്കമുള്ള പേരുകൾ ഇതിൽ നിന്ന് പറയാൻ സാധ്യതയുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം വ്യക്തമായ സൂചന നൽകിയിരുന്നു. തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചവർ, തന്നിൽ നിന്ന് ഇതിൻ്റെ വിഹിതം പറ്റിയവർ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ആരൊക്കെയാണ് അയ്യപ്പൻ്റെ മുന്നിൽ കുടുങ്ങാൻ പോകുന്നത് എന്നുള്ളത്.